ട്രംപിന്റെ സമാധാന സമിതിയിൽ പാകിസ്ഥാനെ അംഗമാക്കിയത് മുതൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ഇന്ത്യയും ആഗോള സമൂഹവും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമാധാന സമിതിയിൽ അംഗമായതിനെ പരിഹസിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഭീകരവാദം വളർത്തുന്ന ഒരു രാജ്യത്തെ സമാധാന സമിതിയിലെ അംഗമാക്കിയത് എന്തൊരു വിരോധാഭാസമാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻകൈയിൽ ഗാസ വിഷയത്തിലടക്കം സമാധാനം പുനഃസ്ഥാപിക്കാൻ രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിലാണ് പാകിസ്ഥാൻ സ്ഥാപക അംഗമായി ഇടം പിടിച്ചത്. ബുധനാഴ്ച സംഘടനയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ അറിയിപ്പ് വന്നതോടെ രൂക്ഷമായ പരിഹാസവും ട്രോളുകളുമാണ് ആഗോളതലത്തിൽ ഉയരുന്നത്. ബിൻ ലാദനെ തിരികെ കൊണ്ടുവന്ന് ഈ സമാധാന സമിതിയുടെ ചെയർമാനാക്കൂ എന്നതടക്കമുള്ള പരിഹാസങ്ങളാണ് ഇന്റർനെറ്റിൽ തരംഗമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായിരുന്ന ഒസാമ ബിൻ ലാദനെ വർഷങ്ങളോളം ഒളിവിൽ പാർപ്പിച്ച പാകിസ്ഥാൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഭീകരവാദത്തിന്റെ അടിത്തറയിട്ടവർ എങ്ങനെ സമാധാനത്തിന്റെ വക്താക്കളാകുമെന്നാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നെറ്റിസൺസ് ചോദിക്കുന്നത്. ലോക സമാധാനത്തിന് എന്നും ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാൻ ഈ സമിതിയിലെത്തിയത് സമാധാന സങ്കല്പത്തെ തന്നെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നും വിമർശനമുയരുന്നുണ്ട്. ജനുവരി 22-ന് ദാവോസിൽ നടന്ന ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് ട്രംപ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ സമിതിയിൽ അംഗമാകാൻ നൽകേണ്ട $1 ബില്യൺ ഏകദേശം 8300 കോടി രൂപ അംഗത്വ ഫീസ് പാകിസ്ഥാൻ എങ്ങനെ നൽകിയെന്നതാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് 2 നേരം ഭക്ഷണം നൽകാൻ പോലും വകയില്ലാതെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ ഇത്രയും വലിയ തുക നൽകി എന്തിന് ഇത്തരം സമിതികളിൽ അംഗമാകുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സമാധാന സമിതിയിലെ ഭീകര രാഷ്ട്രങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നൽകുന്നത്. ബഹ്റൈൻ, മൊറോക്കോ, അഫ്ഗാനിസ്ഥാൻ, സൗദി അറേബ്യ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ സമിതിയുടെ ഭാഗമാണെങ്കിലും ഭീകരവാദ പശ്ചാത്തലമുള്ള രാജ്യങ്ങളുടെ സാന്നിധ്യം സമിതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ബുധനാഴ്ച വരെ ആകെ 26 രാജ്യങ്ങൾ അന്താരാഷ്ട്ര സംഘടനയിൽ ചേർന്നു. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനും ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ മേഖലയുടെ പുനർനിർമ്മാണത്തിനുമായി സമാധാന ബോർഡ് രൂപീകരിച്ചെങ്കിലും ആഗോള സംഘർഷങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഐക്യരാഷ്ട്ര സഭയെ മാറ്റി സ്ഥാപിക്കുക എന്നതാണ് BOPയുടെ ചാർട്ടറിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. ഗാസയ്ക്കായുള്ള തന്റെ 20-ദിന വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് തന്റെ സമാധാന ബോർഡ് രൂപീകരിച്ചു. എന്നിരുന്നാലും 2ാം ഘട്ടം ആരംഭിക്കാനുള്ള സമയമെടുത്തപ്പോൾ ബോർഡിന്റെ ലക്ഷ്യം മാറി. സംഘർഷ ഭീഷണി നേരിടുന്നതോ അല്ലെങ്കിൽ സംഘർഷഭരിതമായതോ ആയ പ്രദേശങ്ങളിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ആശ്രയിക്കാവുന്നതും നിയമാനുസൃതവുമായ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനും നിലനിൽക്കുന്ന സമാധാനം ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ബോർഡ് ഓഫ് പീസ്, ചാർട്ടർ പറയുന്നു. വൈറ്റ് ഹൗസിന്റെ പ്രസ്താവന പ്രകാരം ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ 20 പോയിന്റുകളും പ്രാബല്യത്തിൽ വരുന്നതിൽ ഈ സമിതി പ്രധാന പങ്ക് വഹിക്കുമെന്ന് യഥാർത്ഥ കരടിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.